എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർ അബ്സോർബന്റ് പോപ്പീസ് ഡയപ്പർ സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര. ജനങ്ങളോടുള്ള നിലപാടിൽ വനപാലകർ മാറ്റം വരുത്തണമെന്ന് എ.പി. അനിൽകുമാർ എം.എൽ.എ. മൃഗങ്ങളെ വേട്ടയാടും പോലെ ചില ഉദ്യോഗസ്ഥർ ജനങ്ങളെ വേട്ടയാടുന്നുവെന്നും വിമർശനം. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ 49ാം മലപ്പുറം ജില്ലാ സമ്മേളനം നിലമ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ തെറ്റില്ല, എന്നാൽ മൃഗങ്ങളെ വേട്ടയാടുന്ന രീതിയിലാണ് ചില കേസുകളിൽ വനപാലകർ ജനങ്ങളെ വേട്ടയാടുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അതിനാൽ വനപാലകർ ഇക്കാര്യത്തിൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കണമെന്നും വേടനെതിരെ വനം വകുപ്പ് സ്വീകരിച്ച നടപടിയെയും എം.എൽ.എ. വിമർശിച്ചു. നിങ്ങളുടേതായ ഒരു പ്രതിച്ഛായ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ വനങ്ങളിൽ വേട്ടയാടുന്നവരെ തടയുന്നതിന് നിയമമുണ്ട്, ഫോറസ്റ്റ് ആക്ട് ഉണ്ട്, അതനുസരിച്ച് എന്ത് ചെയ്തതും കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങളുടെ നിലപാട് സാധാരണ മനുഷ്യരെ വേട്ടയാടുന്ന പോലെ ആകുന്നു. അപ്പോൾ അതെല്ലാം ഒരുപോലെ ആ രീതിയിൽ ചെയ്യേണ്ട നിയമത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുപോകും. പക്ഷേ പലപ്പോഴും വനപാലകരുടെ ഭാഗത്തുണ്ടാകും, ഞാൻ നിങ്ങളോട് വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നുണ്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പൊതുപ്രവർത്തകരിൽ പലരും എടുത്ത് പറയാറുണ്ട്, അവർ ചെയ്യുന്ന തെറ്റുകളായിരിക്കാം, ഒരു നിലയ്ക്ക് നമ്മൾ അംഗീകരിക്കുന്നില്ല. ആ തെറ്റുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. പക്ഷേ അവിടെ നമ്മൾ കാണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിയമം നമുക്കുള്ളത് കൊണ്ട് ഏത് രീതിയിലുമാകാം എന്ന് ചെയ്യുന്ന രീതിയാകും. വനപാലകരുടെ സുരക്ഷയ്ക്കായുള്ള നടപടികൾ കുറവാണ്. സർക്കാരിന് ഇക്കാര്യത്തിൽ പരിമിതികൾ ഉണ്ടെങ്കിലും നിലവിലെ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും കൂടി മെച്ചപ്പെടുത്തണം. ആത്മധൈര്യം മാത്രമാണ് വനപാലകരുടെ സുരക്ഷ എന്നതാണ് അവസ്ഥ. വനപാലകരുടെയും പോലീസുകാരുടെയും അഗ്നി സുരക്ഷാ വിഭാഗത്തിലെ ജീവനക്കാരുടെയും സുരക്ഷയ്ക്കായി സർക്കാർ കൂടുതൽ നടപടികൾ കൈക്കൊള്ളണമെന്നും പോലീസ് സേനയിലടക്കം ജീവനക്കാരുടെ ആത്മഹത്യ വർദ്ധിച്ചു വരുന്ന കാര്യവും എം.എൽ.എ. ചൂണ്ടിക്കാട്ടി. ആ സേനാംഗങ്ങളുടെ മാനസിക സംതൃപ്തിക്ക് വലിയ പ്രയാസമുണ്ട്. പോലീസ് സേനയിൽ ഞങ്ങളിത് നിരന്തര സഭയിൽ പറയുന്നതാണ്. കാരണം പോലീസ് സേനാംഗങ്ങളുടെ ആത്മഹത്യാ പ്രവണത കൂടിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്നല്ല, കാരണം അവർ ജനങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം നൽകുന്നവരാണ്. അവരുടെ മനസ്സിന് അവർക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല, അസംതൃപ്തമാകുന്നു, ആത്മഹത്യയിലേക്ക് പോലീസ് പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിതി? അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ജനങ്ങളുടെ ഇത്തരം കാര്യങ്ങൾ സംരക്ഷിക്കുന്ന വിഭാഗങ്ങൾ ഏതായാലും, അത് പോലീസായാലും അതുപോലെ തന്നെ വനപാലകരായാലും അതുപോലെ ഫയർഫോഴ്സ് ആണെങ്കിലും അവിടെയൊക്കെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളിൽ അവരുടെയൊക്കെ സർവീസിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പരമാവധി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഗവൺമെൻറ്റിന് പല പരിമിതികളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് പ്രയോറിറ്റി ഫിക്സ് ചെയ്യണം. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന മലയോര മേഖലയിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളാണ്. അപ്പോൾ അവരുടെ ഒരു സേഫ്റ്റിയെ നിലനിർത്തുന്നതിൽ വനപാലകർക്ക് ആവശ്യമായ എല്ലാ പ്രൊട്ടക്ഷനും, അവരുടെ പ്രൊട്ടക്ഷൻ ഏറ്റവും പ്രധാനമാണ്. ഇന്ന് പലപ്പോഴും ആവശ്യമായ എക്യുപ്മെൻറ്റ്സ് നിങ്ങൾക്കില്ല, ആയുധങ്ങളില്ല. നിരായുധരായ മാനസിക ധൈര്യം കൊണ്ട് മാത്രം നമുക്ക് കാട്ടിനകത്ത് നിൽക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നത്, ഏത് രീതിയിലാണോ മറ്റുള്ളവരുടെ ജീവൻ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട വനപാലകരുടെ ഫോറസ്റ്റിൽ പ്രവർത്തിക്കുന്നവരുടെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത്, അത് ചെയ്യുവാൻ ഗവൺമെൻറ് തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ പ്രസിഡന്റ് പി.എൻ. സജീവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് കെ. സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ. ദിനേശ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ മേഖലകളിൽ അംഗീകാരം ലഭിച്ചവർക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ കൈമാറുകയും ആദരിക്കുകയും ചെയ്തു. നിലമ്പൂർ നോർത്ത് DFO പി. കാർത്തിക്, സൗത്ത് DFO ധനിക് ലാൽ, സംഘടനാ സംസ്ഥാന ഭാരവാഹികളായ പി. വിനോദ്, NV സത്യൻ, കെ. ബിജു, കെ. ബീരാൻകുട്ടി, PM ശ്രീജിത്ത്, പി. മുഹമ്മദ് അലി, AK രമേശൻ, പി. പ്രമോദ് കുമാർ, TS അമൃതരാജ്, റേഞ്ച് ഓഫീസേഴ്സ് പ്രതിനിധി മുബഷിർ, പി. മുഹമ്മദ് ഫൈസൽ, PM അയ്യൂബ് എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് KP ശ്രീദീപ് അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് യാത്രയപ്പും ആദരിക്കൽ ചടങ്ങും നടത്തി. പുതിയ ജില്ലാ കമ്മിറ്റിയെയും യോഗം തെരഞ്ഞെടുത്തു. എ+ വിഷൻ നിലമ്പൂർ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര.